ഹലോ അസ്സലാമു അലൈക്കും. എടാ, നമുക്ക് 8ാം ക്ലാസ്സിലെ അറബി പരീക്ഷയിൽ എന്തായാലും വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഒരു പാരഗ്രാഫ് തരും നമുക്ക്, അതിൽ നിന്ന് ഈ ഇങ്ങനെ ക്വസ്റ്റ്യൻ വേർഡുകൾ വെച്ച് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഇതിൽ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത മന്നാണ് അല്ലേ. മന്നാണ് നമുക്ക് ഈസി ആയിട്ട് ചോദ്യം ഉണ്ടാക്കാം. മൻ ഹുവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? മൻ ഹുവ പുരുഷന്മാരെ കുറിച്ച് മൻ ഹുവ, സ്ത്രീ ആണെങ്കിലോ മൻഹിയ അല്ലേ, മൻഹിയ എന്ന് എഴുതുക. എന്നിട്ടോ ഈ പാരാഗ്രാഫ് വായിച്ചു ഒരാളെ പേരുണ്ട്, അവിടെ APJ അബ്ദുൽ കലാം ഒരാളെ പേരുണ്ട് അല്ലേ, ആ പേര് എടുത്ത് എഴുതിയാൽ മതി. മൻ ഹുവ APJ അബ്ദുൽ കലാം, ആരാ പേരാണ് അതുകൂടെ എടുത്ത് എഴുതുക. ക്വസ്റ്റ്യൻ മാർക്ക് എന്തായി ചോദ്യം. പുരുഷനാണ് മൻ ഹുവ എന്ന് എഴുതുക, സ്ത്രീയാണ് മൻഹിയ എന്ന് എഴുതിങ്ങാണ്ട് അവരെ പേര് നേരെ എടുത്ത് എഴുതിയാൽ മണ്ണ് വെച്ചുള്ള ചോദ്യമായി. മൻ ഹുവ APJ അബ്ദുൽ കലാം. ഇനി രണ്ടാമത്തെ എന്താടാ, മത്ത അല്ലേ അല്ലേ. മത്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എപ്പോൾ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കുക, ഇതിൽ മിക്കവാറും ഈ വുലിദ എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നാണ്. അപ്പോൾ ജനിച്ച സമയം പറയുന്നുണ്ടാവും അല്ലേ, ജനിച്ച വർഷം ഡേറ്റ് പറയുന്നുണ്ടാവും. അപ്പോൾ വുലിദ എന്നുള്ളത് കണ്ടിട്ട് ജനിച്ച വർഷം അതിൽ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം, മത്താ വുലിദ, എപ്പോഴാ ജനിച്ചത് അല്ലേ. സ്ത്രീയാണെങ്കിൽ വുലിദത്ത് എന്ന് വേണം കേട്ടോ. എന്നിട്ട് അയാളെ പേരെടുത്ത് എഴുതുക, APJ അബ്ദുൽ കലാം അല്ലേ. പേരെന്താണെന്ന് എടുത്ത് എഴുതുക. നിങ്ങൾക്ക് തന്ന ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ പാരാഗ്രാഫിലുള്ള പേരത് അത് എടുത്ത് എഴുതുക. മത്താ വുലിദ, എപ്പോഴാണ് ജനിച്ചത്, അയാൾ എപ്പോഴാണ് ജനിച്ചത്. രണ്ടാമത്തെ ചോദ്യമല്ലോ. ഇനി അതാണ് അടുത്തത് ഐന. ഐന വെച്ച് നമുക്ക് ഈസി ചോദ്യം ഉണ്ടാക്കാം. ഐന എവിടെ എന്നാണ് അല്ലേ. അപ്പോൾ മിക്കവാറും ഈ വുലിദ ജനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്തും ഉണ്ടാവും, ജനിച്ച സ്ഥലവും പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഐന വുലിദ, എപ്പോഴാണ് ജനിച്ചത്, ആളെ പേര് കൊടുക്കുക, APJ അബ്ദുൽ കലാം, എപ്പോഴാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കായി ചോദ്യം. ഇങ്ങനെ ഈസി ആയിക്കൊണ്ട് മന്ന് മത്ത അതിന് ചോദ്യം ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു വാക്കാണ് ബിമ. എന്താ ബിമ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്, എന്തിനെ കൊണ്ട് എന്നാണ്. അപ്പോൾ ബിമ വെച്ചൊരു ചോദ്യം വരികയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണെന്ത്, ബി വെച്ചിട്ടുള്ളൊരു സെൻറ്റൻസ് അതിലുണ്ടോ, ഇസ്തഹറ ബി, ഇസ്തഹറ ബി എന്നുള്ള ചോദ്യം, ഒരു കാര്യത്തെ കൊണ്ട് എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാന്നറിയോ, ഈ ബി വെച്ചിട്ടുള്ള സെൻറ്റൻസിൽ സെലക്ട് ചെയ്യുക. ഇഷ്ടഹറ ബി ഉണ്ടോ, ബി റജുലി എന്നുള്ളത് വന്നില്ലേ, ബി വെച്ചിട്ട് വരുന്ന സെൻറ്റൻസ് സെലക്ട് ചെയ്യുക. അതിൽ ചെയ്യേണ്ടത് വെച്ചാൽ ബിമ, ബിമ ഈ ബീൻ്റെ അപ്പുറത്തുള്ള എഴുതുക, ബിമ ഇഷ്ടഹറ ഉണ്ടോ, എന്തുകൊണ്ടാണ് അദ്ദേഹം ഫേമസ് ആയത്. ബിമ ഇഷ്ടഹറ അയാളെ പേര് മനസ്സിലായ ഇതാണ്, അയാളെ നെയിം എഴുതി കൊടുക്കുക. നെയിം ഇത് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യണം, ബിമ ഇഷ്ടഹറ എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എന്താണ്, ബി വെച്ചിട്ടുള്ള ആൻസർ വരുന്നതിൻ്റെ ഈ ആൻസറിൻ്റെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം, ബിമ കൊടുത്തുങ്ങാണ്ട് അതിന് മുമ്പത്തെ എഴുതിയാൽ മതി. ബിമ ഇഷ്ടഹറ എന്തായി, ബിമ ഇഷ്ടഹറ എന്നുള്ളതായി. ക്ലിയർ ആയല്ലോ, ബിമ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഈ ബിമയും ഈ ഒക്കെ വെച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാം. ഈ ട്രിക്ക് ഉപയോഗിക്കുക, എക്സാമിന് ചോദ്യങ്ങളൊന്ന് അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.